ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്രിസെറ്റിംഗ് പ്രോസിലെ സെക്ഷൻ 2, അതായത് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്നത് സ്പീച്ചാണ്. അത് ഫ്രാൻസിസ് ബേക്കണിൻ്റെ ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ സ്പീച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് സമ്മറി പറയുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ, എസ്സേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒപ്പം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വെറുതെ ഗൈഡൊക്കെ മേടിച്ച് വെറുതെ പോക്കറ്റ് മണി വേസ്റ്റ് ആക്കണ്ട. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സും അതുപോലെ നോട്ട്സും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇപ്പോൾ ഡ്രീം ചിൽഡ്രൻ അതുപോലെ സെക്ഷൻ 1, 2 എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നോട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. എക്സാം നല്ല രീതിയിൽ എഴുതിയിട്ട് വരാം. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് പോയി എഴുതാനും പറ്റും. യൂസ്ഫുൾ ആയതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രാൻസിസ് ബേക്കൺ ജനിച്ചത് പറഞ്ഞാൽ 1561 മരിച്ചത് പറഞ്ഞാൽ 1626 ഓക്കെ. അദ്ദേഹം ഒരു ലോയറാണ്, ഫിലോസഫറാണ്, സ്റ്റേറ്റ്മാൻ ആണ്. ഓക്കെ, സ്റ്റേറ്റ്മാൻ. ഓക്കെ, പിന്നെ അദ്ദേഹം റിമെമ്പർ ചെയ്യുന്ന, അദ്ദേഹം അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അദ്ദേഹം അനശ്വരനായിരിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം ഒരു എസ്സേസിലുള്ള അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു വിസ്ഡം, അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേയുടെ ഒരു സ്പെഷ്യാലിറ്റി ഒക്കെ കാരണം കൊണ്ടാണ് എല്ലാവരും അദ്ദേഹത്തെ ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. കാരണം എന്താ വെച്ചാൽ എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ഇത് സ്റ്റാർട്ടിങ്ങിൽ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് സമ്മറിയിലേക്ക് പോകാം. നിങ്ങളിതിൻ്റെ ഒപ്പം തന്നെ ഒരു പെന്നും പേപ്പറും എടുത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് നമുക്ക് ഒപ്പം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 1597 നമ്മുടെ ബേക്കൺ 10 എസ്സേ പബ്ലിഷ് ചെയ്തു. എന്നുവെച്ചാൽ ഒരു എസ്സേ സീരീസ്, 10 എസ്സേയുടെ ഒരു സീരീസ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത എസ്സേ ആണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന എസ്സേ. ഓക്കെ, അതായത് 10 എസ്സേ നമ്മുടെ ബേക്കൺ പബ്ലിഷ് ചെയ്തു 1597. അതിലെ ഫസ്റ്റ് എസ്സേ ആണ് നമ്മളിപ്പോൾ പഠിക്കുന്ന എസ്സേ. ഫസ്റ്റ് എസ്സേ ആണ് ബേക്കണിന്റെ മാസ്റ്റർ പീസ്, അതായത് നമ്മളിപ്പോൾ പഠിക്കുന്ന എസ്സേ. ഇറ്റ് ഈസ് കൺസിഡേർഡ് ഹാസ് ബേക്കൺസ് മാസ്റ്റർ പീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെസണിൽ എന്തൊക്കെ വരണമെന്ന് നമുക്ക് നോക്കാം. ടോപ്പിക്സ് വരുന്നത് ഒന്ന് ഐഡിയാസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലാറ്റിൻ ഫ്രേസസ് വരുന്നുണ്ട്, ന്യൂ ഐഡിയാസ്, ലാറ്റിൻ ഫ്രേസസ്, ലോജിക്കൽ തീം വരുന്നുണ്ട്, അതുപോലെ വേർഡ്ലി വിസ്ഡം വരുന്നുണ്ട്, സ്റ്റൈലിഷ് ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എസ്സേയിൽ വരുന്ന മെയിൻ ഐഡിയാസ് എന്തൊക്കെയാണ്? ലാറ്റിൻ ഫ്രേസസ്, ന്യൂ ഐഡിയാസ്, ലോജിക്കൽ ദം ആൻഡ് വേർഡ്ലി വിസ്ഡം ആൻഡ് സ്റ്റൈലിഷ് ഫീച്ചേഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ. സോ ഈ ഒക്കെ ഐഡിയാസ് ഒക്കെ ഉള്ള കാരണമാണ് ഈ ഒരു എസ്സേ എൻറിച്ച് ആയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഈ ഒരു എസ്സേ അഡാപ്റ്റ് ചെയ്യുന്നത് ഡൈനാമിക് അപ്രോച്ചാണ്. അത് ബേക്കൺ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഡൈനാമിക് അപ്രോച്ചാണ്. ആൻഡ് ഹി ടെൽസ് ദ റീഡേഴ്സ് അബൌട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റഡി ആൻഡ് ലേണിംഗ് ഇൻ ലൈഫ്. ഇവിടെ ബേക്കൺ പറയുന്നത് എന്താ വെച്ചാൽ ലൈഫിൽ സ്റ്റഡി അല്ലെങ്കിൽ പഠിപ്പ് കൊണ്ട്, എഡ്യൂക്കേഷൻ കൊണ്ട്, സ്റ്റഡി കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ, ഒരു ബെനിഫിറ്റ്സ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ഹി ടെൽസ് ദ റീഡേഴ്സ് അബൌട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റഡി ഓർ ലേണിംഗ് ഇൻ ലൈഫ്. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ? പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല, അദ്ദേഹത്തെ അനശ്വരനാക്കിയത് എന്താണ്? ഒരു വിസ്ഡം അദ്ദേഹം ഒരു എസ്സേലൊക്കെ യൂസ് ചെയ്യുന്ന കാരണമെന്ന് പറഞ്ഞത്. ഈ ഒരു വിസ്ഡം എന്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? വിസ്ഡം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അതൊന്നും ഉപയോഗിക്കില്ലേ, ആ ഒരു പ്രാക്ടിക്കൽ രീതികൾ, അതൊക്കെയാണ് ഈ ഒരു വിസ്ഡം എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹം അത്രയും ഒരു അതുമാതിരി നമ്മുടെ ഈ ഒരു സ്റ്റഡീസാണ് നമ്മുടെ ഈ ഒരു അനുഭവങ്ങൾ. പ്രകൃതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സ്റ്റഡീസാണ്. പ്രകൃതിയിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് ഓരോ പാഠങ്ങളാണല്ലോ. അപ്പോൾ പ്രകൃതിനെ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു സ്റ്റഡീസ് എന്ന് പറയുന്നത് അല്ലേ. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിന് ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ആ ഒരു മോഡലും എല്ലാതും നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോവാം. വാട്ട് ആർ ദ മെയിൻ യൂസസ് ഓഫ് ദ സ്റ്റഡീസ് അക്കോർഡിംഗ് ടു ബേക്കൺ? ബേക്കണിനെ സംബന്ധിച്ച് എന്താണ് മെയിൻ യൂസസ്? ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു കൊല്ലം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അക്കോർഡിംഗ് ടു ബേക്കൺ ദ മെയിൻ യൂസസ് ഓഫ് സ്റ്റഡീസ് ആർ ദേ ഹെൽപ്പ് us ടു ഗെറ്റിംഗ് ഡിലൈറ്റ്, ഷൈൻ ആൻഡ് എബിലിറ്റി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ നല്ലൊരു ഡിലൈറ്റ്നെസ് തരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഇവർ പറയുന്നത്. വെൻ വി ആർ അലോൺ ഓർ റെസ്റ്റിംഗ് സ്റ്റഡീസ് ക്യാൻ ബി മേക്ക് us ഹാപ്പി. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ എന്താണ് ഈ ഒരു സ്റ്റഡീസ് നമ്മൾ തന്നെ ഹാപ്പി ആയിരിക്കും. സ്റ്റഡീസ് ക്യാൻ ബി ബിക്കം എ വൺ ഓർണമെന്റ് ഓൺ വി വാക്ക് ആൻഡ് ഡിസ്കസ് തിങ്സ് വിത്ത് അതേഴ്സ്. വെൻ വി ഡു ബിസിനസ് ലേണിംഗ് വിൽ ഹെൽപ്പ് us എ ലോട്ട്. നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അറിവ്, പഠനം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഉപയോഗമായിരിക്കും അല്ലേ. ഇപ്പം നേച്ചറിൽ നിന്ന് ഉണ്ടാവുന്നതാണ് സ്റ്റഡിയിൽ നിന്ന് ഉണ്ടാകുന്ന എന്താണ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് കമ്പാരിസൺ ബിറ്റ്വീൻ നാച്ചുറൽ എബിലിറ്റീസ് ആൻഡ് നാച്ചുറൽ പ്ലാന്റ്സ്?
അപ്പോൾ ഇവിടെ കമ്പാരിസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ദ പോയിന്റ് ഓഫ് കമ്പാരിസൺ ബിറ്റ്വീൻ നാച്ചുറൽ എബിലിറ്റീസ് ആൻഡ് നാച്ചുറൽ പ്ലാന്റ് ഈസ് ലൈക്ക് ദാറ്റ് പ്ലാന്റ്സ് നാച്ചുറൽ എബിലിറ്റീസ് നീഡ് ടു പ്യൂറിംഗ് by studies. When we prune plants, they produce better flowers and fruit. Similarly, our natural abilities become better studies as we prune them. ഇതിപ്പോൾ നമ്മളൊരു പ്ലാന്റിനെ എന്ത് പറഞ്ഞാൽ കൂടുതലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെ തരും. അപ്പം അതുപോലെ തന്നെയാണ് ഒരു നാച്ചുറൽ എബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹൗ ഡസ് ബേക്കൺ കാറ്റഗറൈസ് ദ ബുക്ക്? അപ്പോൾ ഇത് നമ്മൾ സമ്മറി പറയുമ്പോൾ മിസ്സായിപ്പോയൊരു കാര്യമാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എഴുതി വെക്കുക. ഞാൻ സമ്മറിയിൽ പറഞ്ഞില്ല, വെച്ചിട്ട് പഠിക്കാതിരിക്കരുത്. ബേക്കൺ കാറ്റഗറൈസ് ദ ബുക്ക് ഇൻ ടു 3 categories. സം ബുക്സ് ആർ ടു ബി tasted, other book are to be swallowed and few books chewy and digested. അപ്പോൾ 3 കാറ്റഗറിയാണ് ബേക്കൺ പറഞ്ഞിരിക്കുന്നത്. ബുക്സ് 3 categories ആയിട്ട് വെച്ചിട്ടുണ്ട്. സം ബുക്ക് ആർ ടു ബി ടേസ്റ്റഡ്, others to be swallowed and few can be chewed and digested. That means some book are just to be ready paddling and here and there. Okay, some were to be read, not too much cursory and earnestness. A few book are to be read completely with guidance. അപ്പോൾ നമുക്ക് അറ്റൻഷൻ എന്നുവെച്ചാൽ ചില ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് വായിച്ച് പോകാതെ ഉണ്ടാവുള്ളൂ. ചില ബുക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ അതാണ് 3 കാറ്റഗറി ആയിട്ട് ഇവിടെ ബുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് 2 mark ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ അബണ്ടൻസ് സ്റ്റുഡൻറ്റ് ഇൻ മോർ. ഇറ്റ് ഈസ് എ ലാറ്റിൻ എക്സ്പ്രഷൻ മീനിങ് ഓഫ് പ്രാക്ടീസ് സീരിയസ്ലി പ്രഷർ പാസ് ഇൻ ടു ഹാബിറ്റ്. ഓക്കെ, അപ്പോൾ മെല്ലെ മെല്ലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടൊരു ഹാബിറ്റായിട്ട് മാറ്റണം. അപ്പോൾ അതാണ് ആ ഒരു മീനിങ്ങിൻ്റെ ഇത് അർത്ഥം എന്ന് പറയുന്നത്. സ്റ്റഡീസ് ഹാവ് ടു ട്രാൻസ്ഫോം ഇൻ ടു ക്യാരക്ടർ ആൻഡ് ദേ ഇൻഫ്ലുവൻസ് ദ മാനേഴ്സ്. അപ്പോൾ സ്റ്റഡീസാണ് അതിനായിട്ട് ക്യാരക്ടർ ട്രാൻസ്ഫോം ചെയ്യാനും ക്യാരക്ടർ ഉണ്ടാവാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്നിട്ട് അതൊരു മാനറായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേം നമ്മൾ നോട്ട് ചെയ്യുക. 2 mark ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റിമൈൻഡ് സൊല്യൂഷൻസ് ഓഫ് ബേക്കൺ ഡിഫറെൻറ്റ് മെൻ്റൽ ഡിഫറൻസ്? അപ്പോൾ ഡിഫറെൻറ്റ് മെൻ്റൽ ഡെഫിനിഷൻസിനാണ് കുറിച്ച് പറയുന്നത്. ബേക്കൺ ഹാസ് സജസ്റ്റഡ് വാരിയസ് റെമഡീസ് ഫോർ ഡിഫറെൻറ്റ് മെൻ്റൽ ഡിഫറൻസ്. ഹി സേസ് ദാറ്റ് മാൻസ് ഇൻ്റലിജൻസ് ഈസ് ഗുഡ് getting reduced. He must study mathematics as problem solving will bring his wit back. അപ്പോൾ ഒരു മെമ്മറി ലോസ് ഉള്ളൊരു മനുഷ്യൻ മാത്സ് പഠിച്ചിരിക്കണം. അദ്ദേഹം ഒരു പ്രോബ്ലം സോൾവിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു മെമ്മറി ലോസ്, ആ ഒരു മെമ്മറിയുടെ പ്രശ്നമൊക്കെ നേരെയാവും. ഇഫ് വൺ ഈസ് നോട്ട് ഏബിൾ ടു ഡിസ്റ്റിങ്ക്വിഷ് ആൻഡ് ഡിഫറെൻറ്റ് ബിറ്റ്വീൻ ദ തിങ് ഹി മസ്റ്റ് സ്റ്റഡി ദ ഫിലോസഫി. ഇപ്പോൾ 2 കാര്യങ്ങൾ തമ്മിൽ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം ഫിലോസഫിയും പഠിക്കണം. അപ്പോൾ ഇവിടെ ബേക്കൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡിഫറെൻറ്റ് മെൻ്റൽ ഓരോരോ പ്രശ്നങ്ങൾക്ക് ഓരോരോ സബ്ജക്റ്റായിട്ട് അദ്ദേഹം പ്രിഫർ ചെയ്തിട്ടുണ്ട്. അത് ബ്രെയിനിൽ ഓരോ മാത്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ബ്രിങ്സ് ഇറ്റ് വിറ്റ്സ് ബാക്ക്. അതുപോലെ ഡിഫറൻസും ഡിസ്റ്റിങ്ക്വിഷും മനസ്സിലാവാത്ത ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ഫിലോസഫി പഠിക്കണം. അതുപോലെ മിഡിൽ ഏജസ് ഒക്കെ കാര്യങ്ങളൊക്കെ പഠിക്കണം. കാരണം ഹെയർ സ്പ്ലിറ്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇഫ് വൺ ഈസ് നോട്ട് ഏബിൾ ടു റിമൈൻഡ് തിങ്സ് ടു സോൾവ് ഹിസ് കറന്റ് പ്രോബ്ലം ഹി ഷുഡ് കേസ് ദ ലോയർ. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ആൾക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒന്നും റെഡിയാക്കാൻ പറ്റുന്നില്ല, അതൊന്നും കറണ്ട് പ്രോബ്ലംസ് ഒന്നും റിമെമ്പർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം എന്താണ്, കേസ് ഓഫ് എ ലോയർ. ഓക്കെ, അപ്പോൾ അതാണ് ബേക്കൺ സേസ് ദാറ്റ് ദർ ക്യാൻ ബി റെമഡി ഫോർ എനി പ്രോബ്ലം ഓഫ് മൈൻഡ്. അപ്പോൾ എനി പ്രോബ്ലം, ഏത് മനസ്സിൻ്റെ പ്രശ്നങ്ങൾക്കായാലും എന്താണ് ഒരു റെമഡി, ഒരു സോൾവിങ് റെമഡി ഉണ്ടെന്നാണ് ഇവിടെ ബേക്കൺ പറയുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കാട്ടെ, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോഡി ആൻഡ് മൈൻഡ്? അപ്പോൾ ബോഡി മൈൻഡ് തമ്മിലുള്ള ഒരു സിമിലാരിറ്റി, ഓക്കെ ഡിഫറൻസ് അല്ല, സോറി സിമിലാരിറ്റി ആണ് കേട്ടോ. ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ഡിസീസ് ഓഫ് എ ബോഡി ആൻഡ് ദ മൈൻഡ്, ദിസ് മേ ഹാവ് ദയർ റെമഡീസ്. ഡൂയിങ് എക്സസൈസ് ക്യാൻ ബി പ്രിവെൻറ്റ് ഇൽനെസ് എഫക്റ്റിംഗ് ദ ബോഡി, വേറെ സ്റ്റഡീസ് ഓഫ് ഡിഫറെൻറ്റ് തിങ്സ് ക്യാൻ ബി പ്രിവെൻറ്റ് ക്യൂർ ഓഫ് ഡിസീസ് ഓഫ് മൈൻഡ്. അപ്പോൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ബോഡിയുടെ ഇൽനെസ് ഒക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതേപോലെ ലേണിംഗ് ഡിഫറെൻറ്റ് തിങ്സ് ക്യാൻ ബി പ്രിവെൻ ആൻഡ് ക്യൂർ ഡിസീസ് ഓഫ് മൈൻഡ്. മനസ്സിൻ്റെ ഒരു വിഷമത്തെയൊക്കെ പഠനത്തിന് വേണ്ടി പഠിതാവ് എന്ന് വെച്ചാൽ പഠനം കൊണ്ട് മനസ്സിൻ്റെ ഒരു അസുഖങ്ങളൊക്കെ മാറാനായിട്ട് കഴിയും. അപ്പോൾ മനസ്സിൻ്റെ അസുഖങ്ങൾ മാറാൻ പഠിക്കുക. അതേപോലെ തന്നെ എന്താണ്, നമ്മളുടെ ബോഡിക്ക് ഉണ്ടാവുന്നതിന് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എഴുതാൻ പറ്റുമെന്നാണ്. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ഇതിലുള്ളൂ അല്ലേ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മറി പറഞ്ഞിട്ടുണ്ട്, ബേസിക് പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതിൽ പറഞ്ഞാൽ സ്റ്റഡീസ് അക്കോർഡിംഗ് ടു ബേക്കണിൻ്റെ രീതിയിലുള്ള സ്റ്റഡീസ് എന്താണ്, അക്കോർഡിംഗ് ടു ബേക്കൺ സ്റ്റഡീസ് ഡിലൈറ്റ് ആണ്, ഷൈൻ ആണ് ആൻഡ് എബിലിറ്റി ആണ്.
ഓക്കെ, ആ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നാച്ചുറൽ എബിലിറ്റീസും നാച്ചുറൽ പ്ലാന്റ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഫിലോസഫി ഇഷ്ടമുള്ളത്, എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഒരു മാത്സ്, ഒരു പ്രോബ്ലം സോൾവിങ് എന്തിനാണ്, ഒരു ബ്രെയിൻ ബിറ്റ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെന്താണ് ഡിഫറെൻറ്റ് ലിംഗ്വിസ്റ്റിക് സ്കിൽസ് ഹെൽപ്പ് മാന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എസ്സേ ക്വസ്റ്റ്യന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണാം, നിങ്ങൾക്കത് പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് എഴുതാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു, അതായത് ഒരാളുടെ മനസ്സിന് എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാത്സ് പഠിക്കണം അല്ലേ, മാത്സ് പഠിക്കണം. ഇപ്പം എക്സസൈസൊക്കെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരാളുടെ ബോഡിക്ക് നല്ലതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സിനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും സമ്മറി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.